പൈതൃക സോപാന പഠന പരമ്പരയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ പഠന വിഷയം 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒറിജിൻ ഓഫ് അലക്സാൻഡ്രിയ എന്ന സഭാപിതാവിനെക്കുറിച്ചാണ്. 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പഠനം ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്, ഈജിപ്തിൽ സ്ഥിതി ചെയ്ത അലക്സാൻഡ്രിയയുടെ വേദശാസ്ത്ര പശ്ചാത്തലം. രണ്ടാമത്, അലക്സാൻഡ്രിയൻ സ്കൂൾ, ഡിഡാസ്കാലിയോൺ അല്ലെങ്കിൽ കാത്തക്കെറ്റിക്കൽ സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ആ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തുക. 3, ഒറിജിൻ്റെ ലഘു ജീവചരിത്രം അവതരിപ്പിക്കുക. 4, ഒറിജിൻ്റെ വേദശാസ്ത്ര ചിന്തകളും പഠിപ്പിക്കലും പരിചയപ്പെടുത്തുക. ആദ്യമായി അലക്സാൻഡ്രിയയുടെ വേദശാസ്ത്ര പശ്ചാത്തലം. പുരാതന കാലത്തിൽ അലക്സാൻഡ്രിയ ലോകത്തിൻ്റെ ഇൻ്റലക്ച്വൽ ക്യാപിറ്റലായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ദി ഗ്രേറ്റ് ലൈബ്രറി ഓഫ് അലക്സാൻഡ്രിയ ലോക പ്രശസ്തമായിരുന്നു. വൈവിധ്യമാർന്ന സാംസ്കാരിക, ബൗദ്ധിക, താത്വിക, വൈജ്ഞാനിക, വേദശാസ്ത്ര ചിന്തകളുടെയും അറിവുകളുടെയും ഒരു സംഗമ ഭൂമിയായിരുന്നു അലക്സാൻഡ്രിയ. ഈ സാർവലൗകിക സാംസ്കാരിക പൈതൃകത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേരൂന്നിയാണ് ക്രിസ്തീയ സുവിശേഷം സ്വീകരിച്ചതും അതിന് പുതിയ ഭാവങ്ങളും രൂപങ്ങളും വ്യാഖ്യാന ശൈലികളും സമ്മാനിച്ചതും. തനതായ അലക്സാൻഡ്രിയൻ ക്രിസ്തീയ വേദശാസ്ത്രം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായ ഹെബ്രായ, യവന, ജൂയിഷ്, ഗ്രീക്ക് ചിന്തകളുടെയും സമന്വയം അലക്സാൻഡ്രിയയിൽ നടന്നിരുന്നു. 20 BC മുതൽ 50 BC വരെ അലക്സാൻഡ്രിയയിൽ ജീവിച്ച ഫൈലോ എന്ന ജൂയിഷ് ഹെലനിസ്റ്റിക് ഫിലോസഫറിൻ്റെ കൃതികളും സെപ്റ്റുവജന്റ് എന്ന ഓൾഡ് ടെസ്റ്റമെൻറ്റിൻ്റെ ഗ്രീക്ക് പരിഭാഷയും അനുബന്ധ പഠനങ്ങളും ഈ സമന്വയത്തിൻ്റെ സൂചനകളും ഫലങ്ങളുമാണ്. അലഗോറി എന്ന ഉപായമാർഗം സ്വീകരിച്ച് ഹെബ്രായ വേദഗ്രന്ഥത്തെ, അതായത് ടോറയെ, ഗ്രീക്ക് ഫിലോസഫി ആയിട്ട് സമരസപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആദ്യം ചരിത്രകാരന്മാർ കണ്ടുവന്നത് ഫൈലോയുടെ വ്യാഖ്യാന കൃതികളിലാണ്. അലഗോറിക്കൽ റീഡിംഗ് ആൻഡ് എക്സജീസിസ്, അതായത് അലഗോറിക്കൽ വായനയും വ്യാഖ്യാനവും ഉദ്ദേശമാക്കുന്നത് വേദവാക്യങ്ങളുടെ അക്ഷരാർത്ഥത്തിന് അതീതമായ ആധ്യാത്മിക അർത്ഥങ്ങൾ കണ്ടെത്തുക എന്നായിരുന്നു. ഈ വ്യാഖ്യാന ശൈലിയുടെ തുടർച്ചയായിരുന്നു ഡിഡാസ്കാലിയോൺ ഏറ്റെടുക്കുകയും അതിൻ്റെ ഒരു സവിശേഷതയായി അറിയപ്പെടുകയും ചെയ്തു. ഈ സംയോഗ പശ്ചാത്തലത്തിൽ അലക്സാൻഡ്രിയയുടെ ക്രിസ്തീയ വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ പ്രഥമ കർത്തവ്യം നിലനിന്നു പോന്ന യവന ഹെബ്രായ തത്വചിന്തകരുടെ വേദശാസ്ത്ര നിർണയങ്ങൾ ക്രിസ്തുവിൻ്റെ അപ്പോസ്തോലിക പാരമ്പര്യമായിട്ട് താദാത്മ്യപ്പെടുത്തുക എന്നതായിരുന്നു. ആ ഉദ്ദേശത്തിൻ്റെ തുടർച്ചയായിരുന്നു അലക്സാൻഡ്രിയൻ സ്കൂൾ, ഡിഡാസ്കാലിയോൺ ഓർ ദ കാത്തക്കെറ്റിക്കൽ സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ. അതിന് തൊട്ടു മുമ്പ് തന്നെ നോസ്റ്റിക്സ് ക്രിസ്തീയ സുവിശേഷത്തെ ഹെലനിസ്റ്റിക് ഫിലോസഫിയായിട്ട് സമരസപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അവരുടെ നിയന്ത്രണമില്ലാത്ത ചിന്തകൾ ക്രിസ്തീയ സുവിശേഷത്തെയും ഹെലനിസ്റ്റിക് ഫിലോസഫിയെയും പ്രതികൂലമായി ബാധിക്കുകയും ക്രിസ്തു ദൈവവും മനുഷ്യനും ആണെന്നുള്ള നിഗമനത്തിന് കോട്ടം സംഭവിക്കുകയും ചെയ്തുവെന്ന് ടെർട്ടൂലിനെ പോലുള്ള പിതാക്കന്മാർ വാദിച്ചു. ആയതുകൊണ്ട് ഹെലനിസ്റ്റിക് ഗ്രീക്ക് ഫിലോസഫിയായിട്ട് ക്രിസ്തീയ സുവിശേഷത്തിന് ഒരു ബന്ധവും പാടില്ല എന്നുള്ള നിലപാട് ഒരു പക്ഷത്ത് നിലനിന്നു പോന്നു. അലക്സാൻഡ്രിയൻ തിയോളോജിയൻസ് ആ നിലപാടിനെ പിന്തുണയ്ക്കാൻ തയ്യാറായിരുന്നില്ല. അവർ ഗ്രീക്ക് താത്വിക ചിന്തയെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തി, വാലന്റീനസിനെ പോലുള്ളവരുടെ നോസ്റ്റിക് ചിന്തകളെ നിഷേധിച്ചുകൊണ്ട് തന്നെ. നോസ്റ്റിക്സിലെ ചില എക്സ്ട്രീം ആൻഡ് ഫ്രിഞ്ച് ടെൻഡൻസീസിൻ്റെ പേരിൽ മുഖ്യധാര ഗ്രീക്ക് ഫിലോസഫിയെ പഴിക്കേണ്ടതില്ല എന്ന് അവർ വാദിച്ചു. അത് ക്രിസ്ത്യാനിറ്റിയുടെ സ്വീകാര്യതയും വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കാം എന്ന് അവർ വിശ്വസിച്ചു. So convinced by the Alexandrian theologians of the possible value and place of philosophy for the Christian faith, that they themselves remained or became philosophers and proceeded to define their position with regard to the existing philosophical schemes of the universe. താത്വിക പഠനത്തിൻ്റെ കൂടെ സമകാലികമായി ക്രിസ്തീയ വേദശാസ്ത്ര പഠനവും സജീവമായി നടക്കുന്ന കാലഘട്ടമായിരുന്നു അത്. പ്രത്യേകിച്ച് മിഡിൽ പ്ലേറ്റനിസവും നിയോ പ്ലേറ്റനിസവും. ഒറിജിൻ തന്നെ ഡിഡാസ്കാലിയോണിൽ പഠിക്കുമ്പോൾ
നിയോ പ്ലേറ്റോണിക് സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകനായിരുന്ന അമോണിയ സാക്കസിൻ്റെ ശിഷ്യനായിരുന്നു. ക്രിസ്തീയ വേദശാസ്ത്രത്തിലേക്ക് ഇൻ്റലക്ച്വൽ ആൻഡ് കോൺടെംപ്ലേറ്റീവ്, ഭൗതികവും ധ്യാനാത്മകവുമായ ധാരകളുടെ സ്വാംശീകരണവും പ്രാധാന്യവും ഈ സമ്പർക്കത്തിൻ്റെ സംഭാവനയായിട്ട് കാണാവുന്നതാണ്. രണ്ടാമത്, അലക്സാൻഡ്രിയൻ സ്കൂൾ, ഡിഡാസ്കാലിയോൺ അല്ലെങ്കിൽ കാത്തക്കെറ്റിക്കൽ സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ. ഡിഡാസ്കാലിയോൺ എന്ന് വെച്ചാൽ ഗ്രീക്കിൽ സ്കൂളും ഡിഡാസ്കാലോസ് എന്ന് വെച്ചാൽ ടീച്ചർ എന്നാണ് അർത്ഥം. ക്രിസ്തീയ ശിക്ഷണം നൽകുവാൻ ആരംഭിച്ച ഡിഡാസ്കാലിയോൺ കൃത്യമായിട്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടു എന്ന് വ്യക്തമല്ല. ചർച്ച് ഹിസ്റ്റോറിയൻ യൂസേബിയസ് ആണ് പണ്ടേനസുമായി ബന്ധപ്പെടുത്തി 2-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രസ്ഥാനം നടക്കുന്നതായി രേഖപ്പെടുത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ വേദശാസ്ത്രത്തെ അതിൻ്റെ അന്തസത്ത നഷ്ടപ്പെടാതെ ഹെലനിക് ജൂയിഷ് ചിന്താധാരകരുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തുക എന്നായിരുന്നു ഡിഡാസ്കാലിയോൻ്റെ പ്രധാന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ ബിബ്ലിക്കൽ സ്റ്റഡി, തിയോളജിക്കൽ ആൻഡ് ഫിലോസോഫിക്കൽ ഇൻസ്ട്രക്ഷൻ, ട്രെയിനിങ് ഫോർ കാറ്റക്യൂമെൻസ്, അതായത് ബാപ്റ്റിസത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവരുടെ ക്രിസ്തീയ ശിക്ഷണം നൽകുക എന്ന കർമ്മ പരിപാടികൾ നിർവഹിച്ചു പോന്നു. The Alexandrian school can be seen as the product of the gradual evolution of the church in an eclectic, educated and cosmopolitan community. Although the Didaskalos office was not strictly an ecclesiastical one in the sense of requiring any special consecration, his was not simply the calling of a philosopher who held public lectures. ഡിഡാസ്കാലോസ് ഒരു ലേ തിയോളോജിയൻ ആയിരുന്നെങ്കിലും അവർക്ക് അലക്സാൻഡ്രിയൻ ചർച്ചുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് കരുതാൻ സാധിക്കില്ല. കാരണം ഡിഡാസ്കാലോസ് പ്രവർത്തിച്ചത് ബിഷപ്പിൻ്റെ അനുമതിയോടുകൂടിയാണ്. 120 AD മുതൽ 200 AD വരെ ജീവിച്ച പണ്ടേനസ് ഡിഡാസ്കാലിയോൻ്റെ തലവനായി സേവനമനുഷ്ഠിച്ചു. സ്റ്റോയിക് ഫിലോസഫറായിരുന്ന അദ്ദേഹം പിന്നീട് ക്രിസ്തുമാർഗം സ്വീകരിക്കുകയായിരുന്നു. ജെറോം അദ്ദേഹത്തെ ഒരു എക്സ്റ്റൻസീവ് ആലഗോറിക്കൽ കമൻറ്റേറ്ററായിട്ടാണ് വിശേഷിപ്പിച്ചത്. പണ്ടേനസിൻ്റെ പഠിപ്പിക്കലിനെക്കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും ഗ്രീക്ക് തത്വചിന്തയുടെയും ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെയും ഒത്തുചേരലിന് തുടക്കം കുറിച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശേഷം ശിഷ്യനായ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയാണ് ആ പദവിയിലേക്ക് വന്നത്. ഗ്രീക്ക് ക്ലാസിക്സും ക്രിസ്ത്യൻ സ്ക്രിപ്ചേഴ്സിലും ഉള്ള അറിവിൻ്റെ മികവ് പോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫിയിലും പോളൈൻ തിയോളജിയിലും പ്രാഗൽഭ്യമുണ്ടായിരുന്നു. ക്ലെമന്റിന് ശേഷം അലക്സാൻഡ്രിയൻ സ്കൂളിനെ നയിക്കാൻ ഓറിജിൻ ആണ് ചുമതല ലഭിച്ചത്. ഓറിജിൻ്റെ സമയം മുതലാണ് ഡിഡാസ്കാലിയോനെ കാത്തക്കെറ്റിക്കൽ സ്കൂൾ ഓഫ് അലക്സാൻഡ്രിയ ആയിട്ട് അറിയപ്പെടുന്നത്. മൂന്നാമത്, ഒറിജിൻ്റെ ലഘുജീവചരിത്രം. ഒറിജിൻ 185 AD അലക്സാൻഡ്രിയയിൽ ജനിച്ചു. മുഴുവൻ പേര് ഒറിജിൻ അഡമാന്റിയസ്. ഒറിജിൻ മീനിങ് സൺ ഓഫ് ഹോറസ്, ദ ഈജിപ്ഷ്യൻ സ്കൈ ഗോഡ്, ആൻഡ് അഡമാന്റിയസ് മീനിങ് ദ അൺകോൺകറബിൾ. ഒറിജിൻ്റെ പിതാവ് ലിയോണൈഡസ് അലക്സാൻഡ്രിയൻ ക്രിസ്തീയ സമൂഹത്തിലെ ഒരു വിശിഷ്ട വ്യക്തിയായിരുന്നു. ഗ്രീക്ക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൻ്റെ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചു എന്ന് കരുതപ്പെടുന്നു. യൂസേബിയസിൻ്റെ വിവരണം അനുസരിച്ച് ഒറിജിൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ക്രിസ്തീയ വേദപഠനത്തിലും ഹെലനിക് കരിക്കുലത്തിലും, അതായത് ലിറ്ററേച്ചർ, ഗ്രാമർ, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, മ്യൂസിക് എന്നീ വിഷയങ്ങൾ അടങ്ങുന്ന പഠനത്തിൽ പരിശീലനം നൽകിയിരുന്നു. അതോടൊപ്പം ദിവസവും ബൈബിൾ വാക്യങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും അത് ഓർമ്മപ്പെടുത്തുവാനും ആവർത്തിച്ചു പറയുവാനും പരിശീലിപ്പിച്ചു. ഒറിജിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വേദവാക്യങ്ങളുടെ അക്ഷരാർത്ഥത്തിന് അതീതമായ അർത്ഥങ്ങൾ കണ്ടെത്തുവാനുള്ള ജിജ്ഞാസ ലിയോണൈഡസിനെ ആശ്ചര്യപ്പെടുത്തിയിരുന്നു. പ്രത്യക്ഷത്തിൽ അത് പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും രഹസ്യമായ ദൈവത്തിന് സ്തുതി പറയുമായിരുന്നു ഇതുപോലൊരു മകനെ തന്നതിന്. ഒറിജിന് 17 വയസ്സുള്ളപ്പോൾ സെപ്റ്റിമസ് സേവേറിയസിൻ്റെ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെയുള്ള പീഡനത്തിൽ ഒറിജിൻ്റെ പിതാവ് കൊല്ലപ്പെട്ടു. 7 മക്കളിൽ ഏറ്റവും മുതിർന്ന ആളായ ഒറിജിനെ ഒരു സമ്പന്നയായ ക്രിസ്തീയ സ്ത്രീ തുടർന്ന് പഠിക്കാനുള്ള പിന്തുണ നൽകി. ഈ പഠനം അദ്ദേഹത്തെ ഒരു ഗ്രമാറ്റിയസായി, അതായത് ടീച്ചർ ഓഫ് ഗ്രീക്ക് ലിറ്ററേച്ചറായി പ്രവർത്തിക്കുവാൻ വഴിയൊരുക്കി.
കടുത്ത പീഡനത്തിന് ഇരയായ ക്രിസ്തീയ സമൂഹം ചിതറപ്പെട്ടു പോയതുകൊണ്ട് ഡിഡാസ്കാലിയോന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിലച്ചിരുന്നു. ഈ സമയത്തെല്ലാം ഒറിജിൻ രക്തസാക്ഷികളോടുള്ള നിർഭയമായ ഭക്തിയും പ്രതിബദ്ധതയും മൂലം അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് സാഹിത്യത്തിലെ മികവും ക്രിസ്തീയ വേദഗ്രന്ഥത്തിലെ പ്രാഗൽഭ്യവും കാരണം ഈജിപ്ഷ്യൻ ചർച്ചിൽ അറിവിലും പാണ്ഡിത്യത്തിലും മുൻനിരയിലെത്തിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ബിഷപ്പ് ഡിമീത്രിയസ് അദ്ദേഹത്തെ ഡിഡാസ്കാലോസ് ആയിട്ട് നിയമിച്ചു. അപ്പോൾ ഒറിജിന് 18 വയസ്സ് മാത്രം പ്രായമായിരുന്നു. ക്രിസ്തീയ സമൂഹത്തിന് പ്രതികൂല സാഹചര്യത്തിലായിരുന്നുവെങ്കിലും നിർഭയമായ ഒറിജിൻ ഡിഡാസ്കാലോസിൻ്റെ ഉത്തരവാദിത്വം സ്വീകരിച്ചു. ഇതൊരു ശരിയായ തീരുമാനമാണെന്ന് പിന്നെ തെളിയിക്കപ്പെട്ടു. കാരണം ഒരുപാട് പേർ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളല്ലാത്തവർ, ഒറിജിനെ കേൾക്കാൻ വന്നു തുടങ്ങി. അതും അദ്ദേഹത്തിനേക്കാൾ കൂടുതലുള്ളവർ. മറ്റുള്ള ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് ചിതറപ്പെട്ടപ്പോൾ നിർഭയമായി താൻ വിശ്വസിച്ച സത്യത്തിൽ നിലപാട് ഉറപ്പിച്ച ഒറിജിൻ്റെ വാക്കുകൾ ഒരുപാട് പേരെ പ്രേരിപ്പിച്ചു. ഡിഡാസ്കാലോസ് എന്ന ചുമതലയോടുള്ള ആത്മാർത്ഥതയും ദൈവവിളിയും മനസ്സിലാക്കി ബാക്കി എല്ലാ ജോലികളും മാറ്റിവെച്ച് പരിപൂർണമായി അവിടെ വന്നിരുന്ന വിദ്യാർത്ഥികളെ അനുശാസിക്കാനായി സമയം മാറ്റിവെച്ചു. വിദ്യാർത്ഥികളുടെ എണ്ണം ദിവസേന വർദ്ധിച്ചപ്പോൾ ഒറിജിന് വേദശാസ്ത്ര പഠനത്തിനും വ്യാഖ്യാന രചനകൾക്കും സമയക്കുറവ് വന്നപ്പോൾ അദ്ദേഹത്തിന് വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് തന്നെ ഹെറാക്ലസ് എന്നൊരു വിദ്യാർത്ഥിയെ തെരഞ്ഞെടുത്ത് പ്രാഥമിക ശിക്ഷണങ്ങൾ നൽകാൻ ഏൽപ്പിക്കുകയും അഡ്വാൻസ് സ്റ്റുഡൻസിനെ മാത്രം സ്വയം പരിശീലനം നടത്തുകയും ചെയ്തു. അടിസ്ഥാന ചിലവുകൾക്ക് വേണ്ടി കൈവശമുണ്ടായിരുന്ന ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സ് ഒരു ലിറ്റററി കളക്ടറിന് വിറ്റു. അതിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ മാസപ്പെൻഷനായി ലഭിച്ചു. സന്യാസ ജീവിതവും പഠനവും പഠിപ്പിക്കലും മുന്നോട്ട് കൊണ്ടുപോയി. വളരെ കുറച്ചു ഭക്ഷണം, കൂടുതൽ നേരം ഉപവാസം, കുറച്ചു ഉറക്കം, അതും നിലത്ത്, ദിവസത്തിൻ്റെ പകൽ സമയത്ത് പഠിപ്പിക്കലും രാത്രി സമയങ്ങളിൽ വേദപഠനങ്ങളിലും ചിലവഴിച്ചു. The very existence of such a man was a tower of strength to Christianity, for of him it was literally true, as Eusebius says, that he taught as he lived and lived as he taught. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലും എഴുത്തുകളിലുമുള്ള അറിവുകൾ ലോകം അറിഞ്ഞു തുടങ്ങിയപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് അറേബ്യ, ആന്റിയോക്ക്, ആഥൻസ്, പാലസ്റ്റൈൻ ആൻഡ് സെസറിയ എന്നുള്ള ചർച്ചുകളിൽ നിന്ന് പ്രഭാഷണങ്ങൾ നൽകാനുള്ള ക്ഷണങ്ങൾ വന്നു തുടങ്ങി. ഒരു ലേ തിയോളോജിയനായ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും ബഹുമാനവും അലക്സാൻഡ്രിയൻ ചർച്ചിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അദ്ദേഹം ചില ചർച്ച് ഹൈറാർക്കികളെ മറികടന്ന് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന കുറ്റാരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഇതിനൊന്നും മറുപടി പറയാതെ ഒറിജിൻ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് നീങ്ങി. യാത്രകൾ തുടർന്നിരുന്നെങ്കിലും അലക്സാൻഡ്രിയൻ ചർച്ചുമായ സ്വരച്ചർച്ചുകളില്ലായ്മ കാരണം ഒറിജിൻ സെസേറിയയിലേക്ക് താമസം മാറി. എംപറർ ഫിലിപ്പിൻ്റെ ക്ഷണപ്രകാരം സെസേറിയയിൽ ഒരു തിയോളജിക്കൽ സ്കൂൾ സ്ഥാപിച്ചു. അലക്സാൻഡ്രിയൻ സ്കൂളിൻ്റെ അതേ പദവിയിലേക്ക് അത് വളരുകയും ചെയ്തു. ഒരു പക്ഷേ ഒറിജിൻ സുഗമമായി അലക്സാൻഡ്രിയയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഗ്രക്കോ റോമൻ ക്രിസ്ത്യൻ ലോകത്തിലേക്ക് അദ്ദേഹത്തിൻ്റെയും അലക്സാൻഡ്രിയൻ സ്കൂളിൻ്റെയും വേദശാസ്ത്ര ചിന്തകളും അറിവുകളും ഇത്രയും വ്യാപിക്കില്ലായിരുന്നു. പിന്നീട് വന്ന പിതാക്കന്മാരുടെ, പ്രത്യേകിച്ച് കപ്പദോക്യൻ പിതാക്കന്മാരായ സെയിൻറ്റ് ബേസിൽ, ഗ്രെഗറി ഓഫ് നിസ്സ, ഗ്രെഗറി നാത്സിയാൻസൻ, അതുകൂടാതെ മാക്സിമസ് ദ കൺഫെസറിൻ്റെ വേദശാസ്ത്രത്തിലും കൃതികളിലും ഒറിജിൻ്റെയും അലക്സാൻഡ്രിയൻ സ്കൂളിൻ്റെയും സ്വാധീനം വ്യക്തമാണ്. ഭൂരിഭാഗം വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഒറിജിൻ സെസറിയയിൽ 230 മുതൽ 250 AD താമസിച്ചാണ് രചിച്ചത്, ഇൻക്ലൂഡിംഗ് ദ കോമൻറ്ററീസ് ഓൺ എസക്കിയൽ, സോങ് ഓഫ് സോങ്സ്, ഗോസ്പൽ ഓഫ് ജോൺ ആൻഡ് ഗോസ്പൽ ഓഫ് മാത്യു. 250 DCSൻ്റെ കടുത്ത പീഡനത്തെ തുടർന്ന് തുറങ്കിലടയ്ക്കപ്പെട്ട ഒറിജിൻ 254 AD 70 വയസ്സിനോടടുത്ത് പ്രായം ഉള്ളപ്പോൾ മരണപ്പെട്ടു. നാലാമത്, ഒറിജിൻ്റെ വേദശാസ്ത്ര ചിന്തകളും പഠിപ്പിക്കലും. ഫൈലോ എന്ന ജൂയിഷ് ഫിലോസഫറിൻ്റെ സമയം മുതലേ കടന്നു വന്ന അലഗോറിക്കൽ എക്സിജീസിസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഡിഡാസ്കാലിയോണിലെ എല്ലാ അധ്യാപകരും തുടർന്നതായി കാണാൻ കഴിഞ്ഞു. ഒറിജിൻ്റെ എല്ലാ കൃതികളിലും ഈ വ്യാഖ്യാന ശൈലി സ്പഷ്ടമാണ്.
ചെറുപ്പത്തിൽ തന്നെ വേദങ്ങളിലെ അക്ഷരാർത്ഥത്തിന് അതീതമായ ആധ്യാത്മിക അർത്ഥങ്ങൾ കണ്ടെത്തുവാനുള്ള പ്രവണത കാണിച്ച ഓറിജിൻ പിന്നീടുള്ള ജീവിതത്തിൽ ഇത് വികസിപ്പിക്കുന്നതായി കാണാം. മനുഷ്യന് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ് ഉള്ളതുപോലെ തന്നെ വേദഗ്രന്ഥങ്ങളിലും ഈ 3-fold ക്ലാസിഫിക്കേഷൻ ഒറിജിനെ കാണാനായി. അതിനെ പ്രാക്ടിക്കൽ, നാച്ചുറൽ ആൻഡ് തിയോളജിക്കലായിട്ട് വിശേഷിപ്പിച്ചു. പ്രാക്ടിക്കലിനെ വീണ്ടും എത്തിക്സ് ആയിട്ട് കണക്ട് ചെയ്തു, വിച്ച് മീൻസ് ടു ലിവ് ആൻ എത്തിക്കൽ ആൻഡ് മോറൽ ലൈഫ്. നാച്ചുറലിനെ ഫിസിക്സ് ആയിട്ടും ടു അണ്ടർസ്റ്റാൻഡ് ദ ഇന്നർ ലോഗോയ് ഓഫ് ക്രിയേറ്റഡ് തിങ്സ്, ആൻഡ് തിയോളജി ബീങ് ദ കോൺടംപ്ലേഷൻ ആൻഡ് വിഷൻ ഓഫ് ഗോഡ് ആൻഡ് ഡിവൈൻ റിയാലിറ്റി. ഇതിനെ വീണ്ടും ഹെബ്രായ ബൈബിൾ, ഓൾഡ് ടെസ്റ്റമെൻ്റ് ആയിട്ട് ബന്ധപ്പെടുത്തി പ്രോവേർബ്സ്, എക്ലേസിയാസ്റ്റീസ് ആൻഡ് സോങ് ഓഫ് സോങ്സ് ആയിട്ട് കണക്ട് ചെയ്തു. പ്രോവേർബ്സ് ബീങ് ദ എത്തിക്കൽ ടീച്ചിങ്, Ecclesiastes dealing with the vanity of attachment to created things by understanding its real nature and place, and finally Song of Songs being theological contemplation where the bride is the individual soul cleaving to be united in marriage with the divine. 1 Corinthians 3:2 പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, I gave you milk but not solid food, for you were not ready for solid food. ഇത് നേരത്തെ പറഞ്ഞ ഈ ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഉദാഹരണമായി ഒറിജിൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. The milk is symbolic for ethical and moral teaching, and solid food is knowledge of divine realities once firmly established in the virtues. ബൈബിളിലെ എല്ലാ വാക്യങ്ങൾക്കും പദങ്ങൾക്കും ആധ്യാത്മിക അർത്ഥങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒറിജിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പങ്കുവെക്കാം. ബുക്ക് ഓഫ് ജെനസിസ്, ഉൽപ്പത്തി പുസ്തകത്തിൽ 2 ക്രിയേഷൻ സ്റ്റോറീസ് ഉണ്ടെന്ന് ആദ്യം മനസ്സിലാക്കിയ ചിന്തകൻ ഒറിജിൻ അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അതേക്കുറിച്ചുള്ള വ്യാഖ്യാനം പ്രസക്തമാണ്. ആദ്യത്തെ ക്രിയേഷൻ സ്റ്റോറിയിൽ ഹ്യൂമൻ കൈൻഡ് ഇസ് മെയ്ഡ് എന്നാണ് പറയുന്നത്. ദ വേർബ് യൂസ്ഡ് ഹിയർ ഇസ് മെയ്ഡ്, ഡിറൈവ്ഡ് ഫ്രം ദി ഗ്രീക്ക് പോയോ, ഫ്രം where we get the word poetry. എന്നാൽ രണ്ടാം ക്രിയേഷൻ സ്റ്റോറിയിൽ മാൻകൈൻഡ് ഇസ് ഫോംഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ വേർബ് യൂസ്ഡ് ഹിയർ ഇസ് പ്ലാസോ, from which we get the word plastic. ബൈബിളിലെ ഏതൊരു വ്യത്യാസവും റെപ്പറ്റീഷനും വെറുതെയല്ല എന്ന് വിശ്വസിച്ച ഒറിജിൻ ഈ രണ്ട് കഥകളെയും ഇപ്രകാരം വ്യാഖ്യാനിക്കുന്നു. According to the first story, in the beginning God made minds and intellects, nous എന്ന് പറയും ഗ്രീക്കിൽ, whose sole purpose was to contemplate their creator. But something distracted them, ate them away at the core of their attention. All minds but one turned away to varying degrees, and God formed. ഇവിടെയാണ് രണ്ടാമത്തെ സ്റ്റോറിയിലെ ഫോർമേഷൻ വരുന്നത്. So God formed them into angels, humans and demons depending on their degree of distraction. Around them all he formed a world to house, heal and restore them. Minds were made of fire, and the further it moved away, it changed from fire to liquid to solid. For Origen, our fall into body is our opportunity for rehabilitation. Rehabilitation is a goal we share with angels and demons. Angels help us along the way and demons hinder us. This transformation from flesh to fire, from the state of solidity to fire, Origen connects with what St. Peter says in the Acts of the Apostles. The restoration of all things, in Greek, apokatastasis panton, and what St. Paul says in 1 Corinthians 15:28, that God may be all in all. This idea of a universal salvation did not go down well with all, especially those who had taught eternal torment in hell, and was a cause that led to the condemnation of this teaching. Herein we also see Origen's contemplation being connected with agape, that excludes salvation to none, to be brought in time by moving from the solid state of stubbornness and sin to the fervent state of love and contemplation of the Creator. Remember, for Origen, all minds except one had fallen, and this mind is known by the name Christ. Though he did not deserve to descend into the state of soul and body, he freely did so out of love for humanity. That is why Apostle Paul calls the incarnation an act of philanthropia, or love of humanity, to lead humanity back to its pristine state of loving contemplation of God
bereft of distraction and disobedience. This is the lesson of obedience unto death that Christ taught through the cross, modeling such obedience to fallen minds. കോൺടെംപ്ലേഷൻ ധ്യാനത്തിലൂടെ വേദഗ്രന്ഥങ്ങളിലെ ആധ്യാത്മിക അർത്ഥങ്ങൾ കണ്ടെത്തുക, അത് എഴുത്തിലൂടെ വിശ്വാസികൾക്ക് പകർന്നു നൽകുക എന്ന ഉദ്ദേശം ഓറിജിൻ്റെ കൃതികളിൽ വ്യാപകമായി കാണാവുന്നതാണ്. എന്നിരുന്നാലും ഹെലനിസ്റ്റിക് അലക്സാൻഡ്രിയൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ഇൻ്റലക്ച്വൽ ആൻഡ് കോൺടെംപ്ലേറ്റീവ്, ബൗദ്ധികവും ധ്യാനാത്മകവുമായ വശങ്ങൾ മാത്രം ഒതുങ്ങുന്ന വേദശാസ്ത്രമായിരുന്നില്ല ഓറിജിൻ്റേത്. അതിനുപരി ക്രിസ്തുവും ക്രിസ്തുവാകുന്ന സത്യത്തിനു വേണ്ടിയുള്ള രക്തസാക്ഷിത്വം, സന്യാസ ജീവിതത്തിന് നിഷ്ഠയും ലാളിത്യവും, കർമ്മവും ധ്യാനവും സമന്വയിക്കുന്ന പ്രാർത്ഥനയും ഒക്കെ അടങ്ങുന്ന ഒരു സമഗ്രമായ വേദശാസ്ത്രമാണ് ഓറിജിൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നത്. ഹി ലിവ്ഡ് ആസ് ഹി ടോട്ട് ആൻഡ് ടോട്ട് ആസ് ഹി ലിവ്ഡ് എന്ന ഓറിജിനെക്കുറിച്ചുള്ള യൂസേബിയസിൻ്റെ ഉദ്ധരണി സത്യവും വസ്തുനിഷ്ഠവുമാണ്. ഈ സത്യത്തിലും അതിൻ്റെ തീക്ഷ്ണമായ അന്വേഷണത്തിലും നിലനിന്നുകൊണ്ടുള്ള വേദശാസ്ത്രമാണ് ഓറിജിൻ തലമുറകൾക്ക് കൈമാറിയത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഗ്രെഗറി ട്രൈസ്മെഗിസ്റ്റസിന് എഴുതിയ കത്തിലുള്ള കാഴ്ചപ്പാട് ശ്രദ്ധേയമാണ്. ഇതിൽ ഇപ്രകാരം വിവരിക്കുന്നു: Greek philosophy has its true function as a preparation for Christianity, and that all scientific learning is rightly viewed as the handmaid of Scripture. Philosophy and science, തത്വചിന്തയും ശാസ്ത്രീയ വിജ്ഞാനവും ക്രിസ്തീയ ആധ്യാത്മികതയ്ക്ക് വിധേയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വേദശാസ്ത്രമാണ് ഓറിജിൻ മുന്നോട്ട് വെച്ചത്. എല്ലാ അറിവുകളെയും യഥാസ്ഥാനപ്പെടുത്തി അതിൽ ദൈവിക അറിവിന് മുൻതൂക്കം നൽകിയ ഓറിജിൻ 1800 വർഷം പിന്നിട്ടിട്ടും പ്രസക്തി കൂടുകയല്ലാതെ കുറയുന്നില്ല. ഹിസ് കപ്പാസിറ്റി ഫോർ സിന്തസിസ് ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹിസ് ലവ് ഫോർ ദ ഹോൾ, ലൈക്ക് ഹൗ സെയിൻറ്റ് പോൾ സേസ്, വെൻ ഗോഡ് വിൽ ബി ഓൾ ഇൻ ഓൾ. ഓറിജിനെക്കുറിച്ചും ആദിമ ക്രിസ്തീയ സഭയുടെ വൈവിധ്യമാർന്ന വേദശാസ്ത്ര പശ്ചാത്തലത്തെക്കുറിച്ചും കൂടുതൽ പഠിക്കാൻ ഈ എളിയ പഠനം നിങ്ങളെ പ്രോത്സാഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഇതിന് അവസരം ഒരുക്കിയ സോപാന ഓർത്തഡോക്സ് അക്കാഡമിയോടും അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ KM ജോർജ് അച്ഛനോടും അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ബിജേഷ് ഫിലിപ്പ് അച്ഛനോടും റെക്കോർഡിങ്ങിന് എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന മാത്യു കോശി അച്ഛനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.